നമ്മളിന്ന് നോക്കുന്നത് സയൻസ് ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സസ്യങ്ങൾ സ്വയം ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ഫോട്ടോസിന്തസിസ്. പ്രാണികളെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? എൻഡമോളജി എന്നാണ് പ്രാണികളെക്കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേര്. മനുഷ്യവർഗത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഹോമോസോപ്പിയൻസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? തുടയെല്ല്. തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് സന്തുലിതാവസ്ഥയും ഏകോപനവും നിയന്ത്രിക്കുന്നത്? സെറിബെല്ലം. ഒരു ദ്രാവകം വാതകമായി മാറുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? ബാഷ്പീകരണം. അസിഡിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലിൻ്റെ പേരെന്താണ്? pH സ്കെയിൽ. ഒരു ഖരവസ്തു നേരിട്ട് വാതകമായി മാറുന്നതിനെ എന്താണ് വിളിക്കുന്നത്? സബ്ലിമേഷൻ. അണുബാധകളെ ചെറുക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? വെളുത്ത രക്താണുക്കൾ. ഒരു മിശ്രിതം ഒരു ഫിൽറ്ററിലൂടെ കടത്തിവിടുന്നതിലൂടെ അതിനെ വേർതിരിക്കുന്ന പ്രക്രിയ എന്താണ്? ഫിൽട്രേഷൻ. വസ്തുക്കളെ ഭൂമിയിലേക്ക് വലിക്കുന്ന ശക്തി എന്താണ്? ഗുരുത്വാകർഷണം. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശം വളയുന്ന പ്രതിഭാസത്തിൻ്റെ പേരെന്താണ്? അപവർത്തനം. ഒരു പ്രതലത്തിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ തിരിച്ചുവരവിനെ എന്താണ് വിളിക്കുന്നത്? പ്രതിഫലനം. ശാസ്ത്ര ലാബുകളിൽ ചെറിയ സെൽ ഘടനകൾ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? മൈക്രോസ്കോപ്പ്. ദൂരെയുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉപകരണമാണ് ബൈനോക്കുലർ. ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി ആകാശ നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഗലീലിയോ ഗലീലി. സൂര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏതാണ്? ലിഥിയം. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാര്? ജെ തോംസൺ. ലോക മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5. കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തോമസ് ആൽവ എഡിസൺ. ആകാശത്തിൻ്റെ വടക്കുഭാഗത്ത് സ്ഥിരമായി കാണുന്ന നക്ഷത്രം ഏതാണ്? ധ്രുവനക്ഷത്രം. ഒരു ജീവിയുടെ അതേ ഗുണങ്ങളുള്ള ജീവികളെ സൃഷ്ടിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് പറയുന്ന പേരെന്താണ്? ക്ലോണിംഗ്. ശബ്ദം ഉപയോഗിച്ച് ആന്തരികാവയവങ്ങളുടെ ചിത്രമെടുക്കുന്ന സംവിധാനം ഏതാണ്? അൾട്രാസൗണ്ട് സ്കാനിംഗ്. ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഐസക് ന്യൂട്ടൺ. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണ്? ടങ്സ്റ്റൺ. സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? JC ബോസ്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി. ആർത്രൈറ്റിസ് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? സന്ധികളെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ആർത്രൈറ്റിസ്. ഗ്ലാസ് മുറിക്കുവാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? വജ്രം. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള കിരണങ്ങൾ ഏതാണ്? ടാക്കിയോൺ. അടുത്തത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ്.
ക്ലോണിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.